നമസ്കാരം. വരാനിരിക്കുന്ന ബുദ്ധപൂർണിമ അഥവാ വൈശാഖ പൗർണമി ജ്യോതിഷപരമായും ആത്മീയപരമായും വളരെയധികം സവിശേഷതകൾ നിറഞ്ഞ ഒന്നാണ്. ശ്രീ ബുദ്ധൻ്റെ ജനനം, ജ്ഞാനോദയം, മഹാപരിനിർവാണം എന്നിവ സംഭവിച്ച ഈ പുണ്യദിനം വെറുമൊരു ആഘോഷം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൂടി കൊണ്ടുവരാൻ പോകുന്ന ഒരു ഗ്രഹസന്ധി കൂടിയാണ്. 2026 ഈ ബുദ്ധപൂർണിമ നാളിൽ ചില നക്ഷത്ര ജാതർക്ക് അപ്രതീക്ഷിത ഭാഗ്യങ്ങളും നേട്ടങ്ങളും വന്നു ചേരുവാൻ പോവുകയാണ്. അത് ഏതൊക്കെ നക്ഷത്രക്കാരാണ്, അവർക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഈ വൈശാഖ പൗർണമിയോട് കൂടി ലഭിക്കുന്നത്, എന്താണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ തുടങ്ങി നേട്ടങ്ങളും ഭാഗ്യവർദ്ധനവിന് വേണ്ടിയുള്ള പരിഹാരങ്ങളുമൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. തീർച്ചയായും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മാറ്റം കൊണ്ടുവരും. ഏറ്റവും ഭാഗ്യം, സൗഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ വൈശാഖ പൗർണമിയോടുകൂടി ലഭിക്കുന്ന 5 നക്ഷത്രക്കാരെ പറ്റിയാണ് ഈ വീഡിയോയിൽ വിശദമായി പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ നക്ഷത്രങ്ങൾ ഇതിലുണ്ടോ എന്ന് കമൻറ്റും ചെയ്യുക. ജ്യോതിഷമനുസരിച്ച് വൈശാഖ മാസത്തിലെ പൗർണമിക്ക് അതീവ പ്രാധാന്യമുണ്ട്. ചന്ദ്രൻ തൻ്റെ പൂർണ്ണ ശോഭയിൽ നിൽക്കുന്ന ഈ സമയത്ത് പ്രപഞ്ചത്തിൽ ഒരു പോസിറ്റീവ് ഊർജം നിറഞ്ഞു നിൽക്കും. ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ്. അതുകൊണ്ട് തന്നെ മാനസികമായ പ്രയാസങ്ങൾ മാറാനും സമാധാനം ലഭിക്കുവാനും ഈ ദിനം വളരെ ഉത്തമമാണ്. വൈശാഖ മാസം മഹാവിഷ്ണുവിന് സമർപ്പിക്കപ്പെട്ടതാണ് എന്നാണ് വിശ്വാസം. ബുദ്ധൻ വിഷ്ണുവിൻ്റെ 9ാം അവതാരമാണെന്ന വിശ്വാസം ഉള്ളതിനാൽ ഈ ദിവസം നടത്തുന്ന വിഷ്ണു സഹസ്രനാമ ജപം സർവ്വദോഷങ്ങളും അകറ്റും. അതുകൂടാതെ ഈ ദിവസത്തെ ദാനധർമ്മങ്ങൾ, അങ്ങനെ ദാനം ചെയ്യുന്നത് 10 ഇരട്ടി ഫലമാണ് അത് ചെയ്യുന്ന ആൾക്ക് ലഭിക്കുന്നത് എന്നാണ് ജ്യോതിഷം പറയുന്നത്. 2026 മെയ് 1 വെള്ളിയാഴ്ചയാണ് ഈ വൈശാഖ പൗർണമി ദിവസം വരുന്നത്. ചിത്തിര നക്ഷത്രത്തിലാണ്. മെയ് 1 ഉച്ചയ്ക്ക് ഏകദേശം 1:15 വരെ ചിത്തിര നക്ഷത്രമാണ്. തുടർന്ന് ചോതി നക്ഷത്രം ആരംഭിക്കുന്നു. പൗർണമി തിഥി ഏപ്രിൽ 30 വൈകുന്നേരം ആരംഭിച്ച് മെയ് 1 വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്നു. ചന്ദ്രൻ ഈ സമയത്ത് കന്നിരാശിയിലും തുടർന്ന് തുലാം രാശിയിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഇതാണ് നമ്മുടെ നക്ഷത്രസ്ഥിതി പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്. ബുദ്ധപൂർണിമ സാധാരണയായി വിശാഖ നക്ഷത്രവുമായി ബന്ധപ്പെട്ടതാണ് വരാറുള്ളതെങ്കിലും വാക്യപഞ്ചാംഗവും ഗ്രഹനിലയും അനുസരിച്ച് ഓരോ വർഷവും നക്ഷത്രങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരാം. 2026 ഈ മെയ് മാസം 1 വെള്ളിയാഴ്ച വൈശാഖ പൗർണമി സംഭവിക്കുന്നത്. ഈ പൗർണമി നാളിലെ ഗ്രഹസ്ഥിതി പ്രകാരം ഇനി പറയുന്ന 5 നക്ഷത്രക്കാർക്കാണ് വലിയ തോതിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറും. തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിലാകും. കർമ്മരംഗത്ത് ഇവർക്ക് വളരെ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം വളരെ അനുകൂലമാണ്. മുടങ്ങിക്കിടന്ന അതായത് കിട്ടുവാനുള്ള ധനം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. സർക്കാർ മേഖലകളിൽ നിന്ന് ആനുകൂല്യം ലഭിക്കും. കോൺട്രാക്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല കാലമാണ്. അവർക്ക് ലഭിക്കാനുള്ള ബില്ലുകൾ ഈ സമയത്ത് മാറിക്കിട്ടും. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കുകയും കുടുംബത്തിൽ ഐശ്വര്യം നിറയുകയും ചെയ്യും. പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ പറ്റിയ സമയമാണ്. കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കും എന്നത് വളരെ വലിയ ഒരു പ്രത്യേകതയാണ്. കൂടാതെ വിദേശ യാത്രയ്ക്കോ ഉന്നത പഠനത്തിനോ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ റിസൾട്ടുകൾ ലഭിക്കും. ഈ പട്ടികയിലുള്ള ആദ്യത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. ചന്ദ്രൻ്റെ പ്രിയ നക്ഷത്രമായ രോഹിണിക്കാർക്ക് ഈ വൈശാഖ പൗർണമി പുതിയ വഴിത്തിരിവുകൾ, അവരുടെ ജീവിതത്തിൽ പുതിയ സാധ്യതകൾ തുറന്നു നൽകും. സാമ്പത്തികമായ അവരുടെ ബുദ്ധിമുട്ടുകൾ മാറുവാൻ വളരെ സാധ്യത കൂടുതലാണ്. പല സ്രോതസ്സുകളിൽ നിന്ന് അവർക്ക് പണം ലഭിക്കും. തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങൾ വേഗത്തിൽ നടക്കുവാൻ വളരെ സാധ്യതയുണ്ട്. അതവരുടെ ഗൃഹനിർമ്മാണമോ അല്ലെങ്കിൽ ബിസിനസ്സോ വിദ്യാഭ്യാസമോ വിവാഹ കാര്യങ്ങളോ എന്തുമാകാം. അവരുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു പുതുജീവൻ ലഭിക്കുന്ന സമയമാണ് രോഹിണി നക്ഷത്രക്കാർക്ക്. 2ാമത്തെ നക്ഷത്രം ചിത്തിരയാണ്. കർമ്മരംഗത്ത് ഇവർക്ക് വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഇവരുടെ പ്രവർത്തന മേഖല അത് ഏതായാലും ശരി തന്നെ, സംരംഭമോ ബിസിനസ്സോ ഔദ്യോഗിക രംഗമോ എന്തായാലും ശരി തന്നെ, അവിടെ വലിയ പോസിറ്റീവായ മാറ്റങ്ങളാണ് ഈ സമയത്ത് സംഭവിക്കാൻ പോകുന്നത്. ഇതുവരെ തൊഴിലില്ലാതിരുന്ന ഒരു വ്യക്തിക്ക് ഒരു പുതിയ തൊഴിൽ കണ്ടെത്തുവാൻ ലഭിക്കുവാനുള്ള സമയമായി.
അതുപോലെ ബിസിനസ് വിപുലീകരിക്കുവാൻ, ഒരു ചെറിയ ബിസിനസ് ആണെങ്കിൽ അത് വിപുലീകരിക്കുവാൻ അതിന് സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യുവാൻ അനുകൂല സമയവും അതിൽ നിന്ന് നേട്ടവും ഉണ്ടാകുന്ന കാലമാണ്. മുടങ്ങിക്കിടന്ന അല്ലെങ്കിൽ കുടുങ്ങിക്കിടന്ന കിട്ടാതിരുന്ന ധനം ഈ സമയത്ത് ലഭിക്കും. അതിന് വളരെ വലിയ സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് നിന്നും ഇവർക്ക് വലിയ പ്രതിഫലങ്ങൾ, വലിയ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ചിത്തിര നക്ഷത്രക്കാർക്ക് ലഭിക്കും. മൂന്നാമത്തെ നക്ഷത്രം വിശാഖമാണ്. വൈശാഖ പൗർണമി വിശാഖ നക്ഷത്രത്തിൻ്റെ ഭാഗ്യോദയത്തിൻ്റെ സമയമാണ് എന്ന് തന്നെ പറയാം. ഇവരെ കാത്ത് ഒട്ടനവധി ഭാഗ്യ അവസരങ്ങൾ വരുന്ന സമയമാണ്. ഇവരുടെ സൗഭാഗ്യം വർദ്ധിക്കും, ആത്മവിശ്വാസം വർദ്ധിക്കും. തന്മൂലം പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കുവാനും അത് വളരെ മനോഹരമായി ചെയ്തു തീർത്ത് സാമ്പത്തിക നേട്ടവും പ്രശസ്തി ഉണ്ടാക്കുവാനും ഈ വിശാഖ നാളുകാർക്ക് ഈ വൈശാഖ പൗർണമിയോടുകൂടി സാധ്യമാകും. കുടുംബത്തിൽ ഐശ്വര്യം നിറയും, സമാധാനവും സന്തോഷമുള്ള ഒരു കുടുംബജീവിതം ഈ വിശാഖ നക്ഷത്രക്കാർക്ക് ലഭിക്കും. പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാൻ ഏറ്റവും പറ്റിയ സമയമാണ്. അങ്ങനെ സംഭവിക്കുകയാണ്, അതിങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നല്ല നേട്ടവും തീർച്ചയായും ലഭിക്കും. നാലാമത്തെ നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. കഠിനാധ്വാനത്തിന് അർഹമായ ഫലം അനിഴം നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സമയമാണ് ഈ വൈശാഖ പൗർണമി കാലം. വിദേശയാത്രയ്ക്കോ ഉന്നത പഠനത്തിനോ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകും. വിദേശത്തൊരു തൊഴിൽ തേടുന്നവർക്ക് അവരുടെ പേപ്പർ വർക്കുകൾ, വിസ സംബന്ധമായ എല്ലാ കാര്യങ്ങളും അനുകൂലമായി പര്യവസാനിക്കും. പുതിയ അവസരങ്ങൾ, പുതിയ ജോലികളൊക്കെ തേടുന്നവർക്ക് അല്ലെങ്കിൽ ഒരു തൊഴിൽ രംഗത്ത് നിന്നും മറ്റൊന്നിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം അനുകൂലമായ ഒരു സമയമാണ്. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചും ഈ വൈശാഖ പൗർണമിയോടുകൂടി അവരുടെ ജീവിതത്തിൽ സമൂലമായ ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടം ആരംഭിക്കുകയാണ്. അഞ്ചാമത്തെ നക്ഷത്രം തിരുവോണമാണ്. വിഷ്ണുവിനോട് ചേർന്ന് നിൽക്കുന്ന നക്ഷത്രമായതിനാൽ തിരുവോണക്കാർക്ക് ഈ പൗർണമി ദിവസം, ഈ വൈശാഖ പൗർണമി ദിവസം ദിവ്യമായ, വളരെ പ്രധാനപ്പെട്ട, വളരെ വാല്യുബിളായ കുറേ അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോവുകയാണ്. സാമ്പത്തികമായ ഉന്നതി ഉണ്ടാകും, തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ വരും, വിവാഹ കാര്യങ്ങളിലെ തടസ്സം മാറും, ഗ്രഹത്തിൽ ഐശ്വര്യം നിറയും, മാനസികമായ സമാധാനവും സാമ്പത്തിക ഭദ്രതയും കടബാധ്യതകളിൽ നിന്നുള്ള മോചനവുമൊക്കെ ഈ തിരുവോണം നക്ഷത്രക്കാർക്കും വൈശാഖ പൗർണമിയോടുകൂടി സാധ്യമാകുന്ന കാലഘട്ടം ആരംഭിക്കുകയാണ്. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഭാഗ്യവർദ്ധനവിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? തടസ്സങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് എന്തൊക്കെയാണ് നിങ്ങൾ അത് മാറുവാൻ വേണ്ടി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്നാണ് ഇനി പറയുന്നത്. ഈ ഭാഗ്യം പൂർണ്ണമായും അനുഭവിക്കുവാൻ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. വൈശാഖ പൗർണമി ദിവസം വൈകുന്നേരം വീട്ടിൽ നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. ഒരു നിലവിളക്ക് നിങ്ങളുടെ വീട്ടിൽ കൊളുത്തി വയ്ക്കുക. അത് തീർച്ചയായും നെയ്യ് ഉപയോഗിച്ച്, നെയ്യ് ഒഴിച്ച് തന്നെ ഒരു നെയ്വിളക്ക് തന്നെ നിങ്ങൾ കൊളുത്തുക. എന്നിട്ട് നിങ്ങൾ വിഷ്ണു ഭഗവാനോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് തരണമെന്ന് മനമുരുകി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന സഫലീകരിക്കുന്ന ആ പ്രാർത്ഥനയ്ക്ക് വളരെ വലിയ 10 മടങ്ങ് ഫലം ലഭിക്കുന്ന ഒരു വിശേഷ ദിവസമാണിത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. മനസ്സിൽ ഓം മണി പദ്മേഹം എന്ന ബുദ്ധ മന്ത്രമോ അല്ലെങ്കിൽ വിഷ്ണു മന്ത്രങ്ങളോ ജപിക്കുന്നത് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ചുറ്റിപ്പറ്റി നിൽക്കുന്ന നെഗറ്റീവ് എനർജി അകറ്റുവാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആത്മവിശ്വാസം നിങ്ങളുടെ മനസ്സിൽ വന്ന് നിറയും. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരും. ഊർജത്തോടുകൂടി, 10 മടങ്ങ് ഊർജത്തോടുകൂടി നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാൻ സാധ്യമാകും. പാവപ്പെട്ടവർക്കോ വിശക്കുന്നവർക്കോ അന്നദാനം നടത്തുന്നത് ഏറ്റവും വലിയ പുണ്യമാണ് ഈ സമയത്ത്. അത് ചെയ്യാൻ ഒരിക്കലും മടിക്കരുത്. അത് തങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയാവും. മനുഷ്യന് മാത്രമല്ല നിങ്ങൾ ആഹാരം കൊടുക്കാനുള്ളത്, എല്ലാ ജീവജാലങ്ങൾക്കും, പക്ഷി മൃഗാദികൾക്ക്, കാക്കകൾക്ക് വെള്ളം കൊടുക്കാം, ആഹാരം കൊടുക്കാം. കാക്കകൾക്ക് ഒരു പിടി ചോറ് കൊടുക്കാം, അതുപോലെ നായകൾക്ക് കൊടുക്കാം, തെരുവ് നായകൾക്ക്, ആരുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു കിടക്കുന്ന പാവപ്പെട്ട മൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കാം, വെള്ളം കൊടുക്കാം. അതൊക്കെ നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ പുണ്യം വർദ്ധിക്കുവാൻ, നിങ്ങളുടെ ഭാഗ്യം വർദ്ധിക്കുവാൻ വളരെ സഹായകരമാകുന്ന കാര്യമാണ്. വെള്ളവസ്ത്രം ധരിക്കുന്നത് ചന്ദ്രൻ്റെ ഊർജം നിങ്ങളിലേക്ക് എത്തുവാൻ സഹായിക്കും. ചന്ദ്രൻ്റെ ഊർജം ആഗിരണം ചെയ്യാൻ നിങ്ങളെ അത് സഹായിക്കും. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോഴൊക്കെ കഴിവതും വെള്ളവസ്ത്രം തന്നെ ധരിച്ച് പോകുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓരോ വൈശാഖ പൗർണമിയും ഒരു പുതിയ തുടക്കമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ബുദ്ധപൂർണിമ നൽകുന്ന ശാന്തിയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഈ പറഞ്ഞ നക്ഷത്രങ്ങളിൽ നിങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. അതല്ലാത്തവർക്കും കമൻറ്റ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിക്കുന്നതിനും നിങ്ങളുടെ ദോഷങ്ങൾ മാറുന്നതിനും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നതാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും സമാധാനവും ഒക്കെ ഈ വൈശാഖ പൗർണമിയോടുകൂടി ഇവിടെ പറഞ്ഞ 5 നക്ഷത്രങ്ങൾക്ക് എന്നല്ല എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല കാലം തന്നെ, നല്ല പ്രതിഫലം തന്നെ ജഗദീശ്വരൻ തരും. എങ്കിലും അതിൽ കുറച്ച് മുന്നേറ്റമുള്ള 5 നക്ഷത്രങ്ങളെയാണ് ഇവിടെ എടുത്തു പറഞ്ഞത് എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ജഗദീശ്വരൻ നന്മകൾ മാത്രമേ നൽകുകയുള്ളൂ. ദുഃഖം, ദുരിതം, കഷ്ടപ്പാടുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികളെല്ലാം താൽക്കാലികം മാത്രമാണ് എന്ന് അറിയുക. അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഒരു പരീക്ഷണമായി മാത്രം കരുതുക. നിറഞ്ഞ ഒരു പുഴയുടെ മറുകരയിലേക്ക് കടക്കുന്നതിന് വേണ്ടി നമ്മൾ നീന്തിച്ചെല്ലണം. അതിന് നമ്മളെ തയ്യാറാക്കുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് ഈശ്വരൻ ഈ കഷ്ടപ്പാടുകളിലൂടെ നമുക്ക് തരുന്നത് എന്ന് കരുതുക. എല്ലാ പരാജയങ്ങളും, എല്ലാ കണ്ണുനീരും, എല്ലാ കഷ്ടപ്പാടുകളും നമുക്കൊരു പുതിയ ജീവിതം അല്ലെങ്കിൽ ഒരു പുതിയ സാധ്യത അല്ലെങ്കിൽ പുതിയ നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ, സ്വായത്തമാക്കുവാനുള്ള ഒരു അവസരമായിട്ട് മാത്രം കാണുക. പോസിറ്റീവ് ചിന്തകൾ മനസ്സിൽ വെച്ച് പുലർത്തുക. ഞാൻ തകർന്നു പോയി, ഞാൻ വീണുപോയി, എനിക്ക് ആരുമില്ല, എനിക്കൊന്നുമില്ല, ഇനി എനിക്ക് ഒരിക്കലും തിരിച്ചു കയറി വരാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ തകർന്നു പോയി എന്ന ചിന്ത അങ്ങനെ ഒന്ന് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിത് തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റുക. നിങ്ങൾക്ക് വേണ്ടി ഒരു ലോകമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഈ പ്രപഞ്ചമുണ്ട്, നിങ്ങൾക്കെല്ലാം നേടിയെടുക്കാം. അതിനുവേണ്ട എല്ലാ കഴിവുകളും നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾക്ക് നേടിത്തരുവാൻ ഈ പ്രപഞ്ച ശക്തികളും നിങ്ങൾക്ക് ഒപ്പമുണ്ട്. ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഈ പരീക്ഷണ ഘട്ടത്തിൽ നിന്നും മനസ്സ് കൈവിടാതെ പൊരുതി നേടാൻ ശ്രമിക്കുക. നല്ല ചിന്താഗതികൾ വെച്ച് പുലർത്തുക. നിങ്ങളുടെ കഴിവ് എന്താണ്, നിങ്ങളുടെ മനക്കരുത്ത് എന്താണെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുക. എന്നിട്ട് ആ വഴിയിൽ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. നിങ്ങൾക്ക് ജീവിതം നേടിയെടുക്കാൻ കഴിയും. അതിൽ യാതൊരുവിധ സംശയവുമില്ല. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. പുതിയ ജ്യോതിഷ അറിവുകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ലഭിക്കട്ടെ. ഈശ്വരൻ എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകട്ടെ. ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.